നമസ്കാരം. ഞാൻ ഡോക്ടർ CP സുരേഷ്, ചീഫ് ഫിസിഷ്യൻ, CP ആയുർവേദ ഹോസ്പിറ്റൽ, രാരോ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പഥ്യം എന്നതിനെക്കുറിച്ചാണ്. പഥ്യം എന്ന് കേൾക്കാത്ത മലയാളി ഉണ്ടാകില്ല. കാരണം പഥ്യം എന്ന വാക്ക് തന്നെ മലയാളമാണല്ലോ. പഥ്യം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ചോദിക്കും, അത് ആയുർവേദ മരുന്നിനുള്ളതല്ലേ? ശരിക്ക് ആയുർവേദ മരുന്നിന് മാത്രമാണോ പഥ്യമുള്ളത്? അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഥ്യത്തെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഈ പഥ്യം ഔഷധത്തിനല്ല, ഔഷധവുമായിട്ടല്ല ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് ചികിത്സയുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ശരിക്ക് പഥ്യം എന്ന് പറയുന്നത് ഒരു ശരിയായ ജീവിതശൈലിയാണ്. ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന പൗരാണികമായ വിവരണങ്ങളുണ്ട്. അതിലൊരു കാര്യം ഞാനിപ്പോൾ പറയാം. വിനാഭി ഭേഷജർ വ്യാധി പഥ്യാദേവ നിവർത്തതേ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, നമ്മൾ ഒരു ഔഷധവുമില്ലാതെ, യാതൊരു ചെലവുമില്ലാതെ നമുക്ക് രോഗം ചികിത്സിച്ച് മാറ്റാം. പഥ്യം എടുത്താൽ മതി. അടുത്തതായി ഒരു വരിയുണ്ട്. നഹി പഥ്യവിഹീനസ്യ ഭേഷജാനം ശതൈരപി. ശതം എന്ന് പറഞ്ഞാൽ 100 കണക്കിന് മരുന്നുപയോഗിച്ചാലും രോഗം മാറണമെന്നില്ല, പഥ്യമില്ലെങ്കിൽ. അപ്പോൾ പഥ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. പഥ്യം എന്ന വാക്കിൻ്റെ സംസ്കൃതത്തിലുള്ള അർത്ഥം വഴിക്ക് യോജിച്ചത്, വഴി തെറ്റാത്തത്. ആരോഗ്യം വീണ്ടെടുക്കുന്ന വഴിക്ക് തെറ്റാതുള്ളൊരു വഴി, അതാണ് പഥ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ ചികിത്സയെ സ്വസ്ഥവൃത്തം, ആതുരവൃത്തം എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നുണ്ട്. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ രോഗമൊന്നുമില്ലാതെ സ്വസ്ഥനായിരിക്കുക, അതാണ്. ആതുരവൃത്തം എന്ന് പറഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക. അപ്പോൾ ഈ രണ്ടിലേക്കുള്ള വഴി തെറ്റാതെ ഉള്ളൊരു മാർഗമാണ് നമ്മുടെ പഥ്യം. അപ്പോൾ ചുരുക്കത്തിൽ, ഹിതമായ ആഹാരവും ശീലവും കൊണ്ട് നമ്മൾ ആരോഗ്യം നേടിയെടുത്താൽ അത് പഥ്യമായി. അഹിതമായത് ചെയ്തിട്ട് രോഗം വന്നാൽ അത് അപഥ്യമായി. ഇപ്പോൾ നമ്മൾ നാടെന്നോ നഗരമെന്നോ എന്ന വ്യത്യാസമില്ല. എല്ലാവരും പുതിയ രീതിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയുമായി അകന്നിട്ട് കൃത്രിമമായിട്ടുള്ള ജീവിത സുഖങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ പൊതുവെ ചോദിക്കുന്ന ചോദ്യം, മരുന്ന് കഴിച്ചാൽ പോരെ, പഥ്യം നോക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് രോഗം മാറണമെങ്കിൽ പഥ്യം എടുത്താൽ മാത്രമേ രോഗം മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് വെറും ഔഷധ ചികിത്സ മാത്രമായി പോകും. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് വേണ്ട പോലെ കിട്ടുന്നില്ല. പിന്നെ ചിലർ ചോദിക്കും, ഈ രോഗം തന്നെ ഒരു കഷ്ടപ്പാടല്ലേ, അതിൻ്റെ കൂടെ പഥ്യമൊക്കെ എടുത്ത് ഇനിയും ദേഹം ക്ഷീണിപ്പിക്കണോ? അപ്പോൾ നമുക്ക് രോഗം എന്ന് പറയുന്നത് നമുക്ക് കഷ്ടപ്പാട് തന്നെ. പക്ഷെ അതിൽ നിന്നും മോചനം നൽകുവാൻ നമ്മൾ പഥ്യം അനുഷ്ഠിച്ച് അതൊന്നും മോചിതനായാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുക, നമ്മുടെ ബന്ധുക്കളും മറ്റുള്ളവരും പലപ്പോഴും നമ്മളെയും കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥ. അത് വരാതെ നമുക്ക് എളുപ്പത്തിൽ, ആയുർവേദത്തിൽ അദ്രവ്യ ചികിത്സ എന്നൊക്കെ പറയും, വെച്ചാൽ ഒന്നും ചിലവില്ലാതെ നമുക്ക് ഒരു ഡോക്ടറെ അടുത്തും പോകാതെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ പഥ്യം. അതായത് ശരിയായ ജീവിത രീതി, അതുതന്നെ പഥ്യം. ഇനി കുറച്ച് ഉദാഹരണം ഞാൻ പറയാം. ഈ പ്രമേഹ രോഗിയിൽ പഥ്യം, മധുരം, കൊഴുപ്പ് ഇവ കുറക്കുക. അപ്പോൾ ആഹാരത്തിൻ്റെ പഥ്യമായി. വ്യായാമം ചെയ്യുക എന്ന് പറയുമ്പോൾ ശീലത്തിൻ്റെ പഥ്യമായി. BP കൂടിയവരിൽ ഉപ്പ്, കൊഴുപ്പ് കുറയ്ക്കുക, ഇത് ആഹാരത്തിൻ്റെ പഥ്യമായി. മദ്യപാനം, പുകവലി ഇവ ഒഴിവാക്കുക, അപ്പോൾ ശീലത്തിൻ്റെ പഥ്യവുമായി. അസിഡിറ്റി കൂടിയവരിൽ രോഗം വർദ്ധിപ്പിക്കുന്ന എരിവ്, പുളി, മധുരം ഇവയൊക്കെ ഒഴിവാക്കുക. രോഗം കുറയ്ക്കുന്ന ക്ഷാരഗുണമുള്ള പച്ചക്കറി, പഴങ്ങൾ, തേൻ ഇവയൊക്കെ ഉപയോഗിക്കുക, അപ്പോൾ ആഹാരത്തിൻ്റെ പഥ്യമായി. കോപം, ഉത്കണ്ഠ, ദുഃഖം തുടങ്ങിയവ പരമാവധി നിയന്ത്രിക്കുക, അപ്പോൾ ശീലത്തിൻ്റെ പഥ്യമായി.